എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ജയറാമിനെ കുറിച്ചാണ്. ജയറാമിൻ്റെ തകർച്ചകൾ. മലയാള സിനിമയിൽ ജനപ്രിയ നായകനായിരുന്ന ജയറാമിൻ്റെ തകർച്ചകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എൻ്റെ അഭിപ്രായമാണ്. ജയറാമിന് ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ് രാജസേനൻ. രാജസേനനും അതുപോലെ വിജിത് തമ്പി, പിന്നുള്ളത് സത്യനന്ദിക്കാട്. ഇവരുടെയൊക്കെ ചിത്രങ്ങളിലാണ് ജയറാം നല്ല വേഷങ്ങൾ അല്ലെങ്കിൽ വിജയിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ളത്. രാജസ്ഥാനാണ് കൂടുതൽ ചിത്രങ്ങൾ ഇദ്ദേഹത്തെ വെച്ച് ചെയ്തിട്ടുള്ളത്. കോമഡിയും അതുപോലെ നല്ല കഥകളൊക്കെ. ആ ഒരു കാലത്ത് ഈ കീറി മുറിക്കലുകളോ റിവ്യൂ പറച്ചിലോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ജയറാമിൻ്റെ പടങ്ങളെല്ലാം അത്യാവശ്യം വിജയിച്ച് പോയിരുന്നു. ഇന്നത്തെ കാലത്താണെങ്കിൽ ഇങ്ങനെയുള്ള അങ്ങനത്തെയുള്ള പടങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപാട് റിവ്യൂവും കാര്യങ്ങളൊക്കെ വന്ന് പല അഭിപ്രായങ്ങൾ കേട്ട് ചിലപ്പോൾ പല പടങ്ങളും പൊട്ടിയേക്കാം. എങ്കിലും ആ കാലത്ത് ഇറങ്ങിയ ഒരുപാട് നല്ല ചിത്രങ്ങളുണ്ട്. ഇന്നും നമ്മൾ കാണുന്ന ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് ഇന്നും ആ പടങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് കോമഡിയുള്ള നല്ല സിനിമകൾ, മേലെപ്പറമ്പിൽ ആൺവീടും അതുപോലെ ആദിത്യ കൺമണി, ഇങ്ങനെയുള്ള ജയറാമിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ വീണ്ടും വീണ്ടും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ചിത്രങ്ങൾ നൽകിയ ജയറാമിന് കുറേ വർഷങ്ങളായിട്ട് ഹിറ്റുകളില്ല. ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങളുടെയൊക്കെ പേര് ഓർക്കാൻ പോലും ഈ ജയറാമിന് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. കാരണം അതുപോലെ പരാജയമായിരുന്നു. ധ്യാൻ ശ്രീനിവാസനെ പോലെ അഭിനയിക്കുന്ന പടങ്ങളെല്ലാം പൊട്ടുന്ന ഒരവസ്ഥ. ജയറാമിനെ പോലെ ഒരു സൂപ്പർ നായകനായിട്ട് നിന്നിട്ട് ഇങ്ങനൊരവസ്ഥ ഉണ്ടാകുമ്പോൾ ആർക്കായാലും വിഷമം ഉണ്ടാവും. അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരും ഉള്ളതല്ലേ, അവർക്കുമായാലും ഒരുപാട് സങ്കടങ്ങളുണ്ടാവും. ദിലീപൊക്കെ ആ സമയത്ത് കത്തി കയറി നിൽക്കുന്നൊരു സമയമാണ്. അവരുടെയൊക്കെ പടങ്ങളൊക്കെ വിജയിക്കുമ്പോൾ ജയറാമിൻ ഒരുപാട് താഴോട്ട് പോയി. അതുപോലെ തന്നെയായിരുന്നു സുരേഷ് ഗോപിക്കും ആ സമയത്ത്. സുരേഷ് ഗോപിയും ഒരുപാട് ചിത്രങ്ങൾ നായകനായെങ്കിലും മിക്കതും പൊട്ടുകയായിരുന്നു ചെയ്തത്. ജയറാമിൻ്റെ അത്രയും പടങ്ങൾ സുരേഷ് ഗോപി ചെയ്തിട്ടില്ല. ജയറാം ഒരുപാട് ചിത്രങ്ങൾ ചെയ്തു. സിദ്ദിഖ് ലാലിൻ്റെയൊക്കെ ആദ്യ ചിത്രമായ റാഞ്ചി റാവ് സ്പീക്കിംഗ്, അതിലൊരു വേഷം, നായകനായിട്ടുള്ള വേഷം ഈ ജയറാമിനെ വെച്ച് ചെയ്യാൻ അവർ ആലോചിച്ചിരുന്നു. ഇവരെ സമീപിച്ചതാണ്. പക്ഷെ അവർ പുതുമുഖ സംവിധായകരാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ജയറാം ചെയ്തത്. അങ്ങനെയുള്ള ജയറാം ഒരുപാട് പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുത്തു. ഒരുപാട് പേരുടെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഒരു കഴിവില്ലാത്ത അല്ലെങ്കിൽ ഒരു ക്ലാപ്പ് അറിയത്തില്ലാത്തവരെയാണ് ജയറാം സംവിധായകരാക്കിയത് ജയറാമിൻ്റെ ചിത്രങ്ങളിൽ. അത് ജയറാമിന് ഭയങ്കര പരാജയമായിരുന്നു. ചില ചിത്രങ്ങളൊക്കെ ഒരുവിധം ഓടിയിട്ടുമുണ്ട്. അന്നത് ഹോറർ ടച്ച് ഉള്ളതുകൊണ്ടാണ്, പ്രേതപ്പടങ്ങൾ രീതിയിലൊക്കെ വന്നുകൊണ്ടാണ് അതൊക്കെ അത്യാവശ്യം ഓടിയിട്ടുള്ളത്. എങ്കിലും ജയറാം ഭയങ്കരമായ പരാജയമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഒരിടയ്ക്ക് മാസ് കഥാപാത്രങ്ങൾ ഒരുപാട് നടന്മാർ ചെയ്തപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ജയറാം പോയി. പക്ഷെ അതെല്ലാം ഭയങ്കര തോൽവിയാണ് ഉണ്ടായത്. പോലീസ് വേഷങ്ങൾ കുറേ പേര് ചെയ്ത് കണ്ടപ്പോൾ പോലീസ് വേഷങ്ങൾ ചെയ്യാൻ ജയറാം പോയി. അതും ഭയങ്കര പരാജയമാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ജയറാമിന് പറ്റാത്ത കുറേ കാര്യങ്ങൾ ജയറാം ചെയ്യാൻ പോയിട്ട് അവിടെ എല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത്. ജയറാമിന് കുടുംബ പ്രേക്ഷകരാണ് കൂടുതലും. കുടുംബ ചിത്രങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് വിജയിക്കും. പക്ഷെ ഇത് തന്നെ ജയറാം കൊണ്ടു നടന്നുകൊണ്ടാണ്, അല്ല ഇതിൽ നിന്ന് മാറ്റിപ്പിടിക്കാതെ ഇരുന്നുകൊണ്ടാണ് ജയറാമിന് മിക്ക ചിത്രങ്ങളും പരാജയമാകാൻ കാരണം. കുടുംബകഥകളുമായിട്ട് വന്നു, പക്ഷെ അതൊന്നും ഒരു തരത്തിലും ജനങ്ങളുമായിട്ട് എന്താ പറയുക, അവർക്ക് രസിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ആ കഥകളൊക്കെ. അതുകൊണ്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ മകൾ എന്ന് പറഞ്ഞ സിനിമ പോലും കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിനിമയാണത്. ഭയങ്കര ബോറിംഗ് ആണ്. നമ്മൾ മാറ്റി അത് എന്താ പറയുക, സിനിമയെ മാറ്റിക്കളയും. അതുപോലെ സലാം കാശ്മീർ എന്ന് പറഞ്ഞ സിനിമ, അത് ജോഷിയാണ് സംവിധാനം ചെയ്തത്. അതുപോലെ ജിഞ്ചർ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അത് സംവിധാനം ചെയ്ത ഷാജി കൈലാസാണ്. ഭയങ്കര വലിയ സംവിധായകരുടെ ചിത്രങ്ങളിലൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. പക്ഷെ ആ കഥകളെല്ലാം പൊട്ടക്കഥകളായിരുന്നു. ഇങ്ങനെയുള്ള കഥകൾ കേട്ട് ഇങ്ങനെയുള്ള വലിയ മുഴുത്ത സംവിധായകർ വരുമ്പോൾ ഇതിനൊക്കെ തല വെച്ചു കൊടുത്ത ജയറാമിനെ തല്ലണം, അടി കൊടുക്കണം ജയറാമിന്. ഒരു സമയത്ത് പ്രിയദർശൻ്റെയൊക്കെ സിനിമയിൽ ജയസൂര്യ അഭിനയിക്കാൻ പോയിട്ടുണ്ട്. പ്രിയദർശൻ്റെ കുറേ പൊട്ടപ്പടങ്ങളിൽ
അങ്ങനെയുള്ള കുറേ പടങ്ങൾ ഈ ജയസൂര്യ അഭിനയിച്ചിട്ട് ഉള്ള വില പോവുകയാണ് ചെയ്തത്. എത്ര വലിയ മുഴുത്ത സംവിധായകരായാലും നല്ല കഥകൾ നോക്കി ചെയ്തില്ലെങ്കിൽ അവിടെ പരാജയപ്പെടും. അവിടെ പരാജയപ്പെടുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ നായക നടനെ ആയിരിക്കും. ആ സിനിമകളൊക്കെ എടുത്ത് നോക്കി എത്ര മണിക്കൂർ നിങ്ങൾ കണ്ടിരിക്കാം, അല്ലെങ്കിൽ എത്ര നേരം അത് മുഴുവൻ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റും? ഒരിക്കലും അതിൻ്റെ പകുതി പോലും കാണില്ല. അത്രയ്ക്കും മോശമായ കഥകളാണ് ആ സിനിമയ്ക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത്. പിന്നെ രാജസേനയുമായിട്ടുള്ള പിണക്കം. രാജസേന പിന്നെ സ്വന്തമായിട്ട് സിനിമകൾ ചെയ്യാൻ തുടങ്ങി, നായകനായിട്ട് അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ രാജസേന വിട്ട് അദ്ദേഹത്തിന് കഥകൾ എഴുതിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ തിരക്കഥ എഴുതിക്കൊണ്ടിരുന്ന ആൾക്കാർ പോയപ്പോൾ അവർ സംവിധാനമൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ രാജസേനൻ്റെ കാര്യം ഏതാണ്ട് തീർന്ന അവസ്ഥയായി. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായപ്പോൾ രാജസേനയും പോയി. പിന്നെ ഇവർ തമ്മിലുള്ള പിണക്കം അതെന്തിൻ്റെ പേരിലാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അത് വലിയൊരു പിണക്കമാണ്. പിന്നെ നല്ല സംവിധായകർ ജയറാമിനെ സമീപിക്കാത്തതും ജയറാമിന് ഒരു പരാജയമായി തന്നെ വന്നു. ഒരുപാട് വലിയ കമ്പനികൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാരൊന്നും ജയറാമിനെ സമീപിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എവിടെ നിന്നൊക്കെയോ വരുന്ന ഏതൊക്കെയോ പുതുമുഖ നിർമ്മാതാക്കളാണ് ഇദ്ദേഹത്തിൻ്റെ പടത്തിന് തലവെച്ച് കൊടുക്കുന്നത്. അത് ഭയങ്കര ശോകമാവുകയും ചെയ്തു. ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ പേരുകെട്ട ഒരു കമ്പനി, ഒരുപാട് ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളൊരു കമ്പനി ജയറാമിൻ്റെ പടം ഈ അടുത്ത കാലത്തൊന്നും ചെയ്തതായിട്ട് എനിക്ക് നോക്കിയിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ജയറാമിനുണ്ട്. ജയറാമിനൊരു എത്രയോ കുറഞ്ഞ പ്രതിഫലമാണ് ജയറാം മലയാള സിനിമയിലാക്കിയിരുന്നത്. അത് കിട്ടിയ ജയറാം പടം ചെയ്യും, ഏത് പൊട്ടപ്പടവും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒരുപാട് അനുഭവിച്ച ശേഷമാണ് ജയറാം ഇപ്പോൾ മലയാള സിനിമ അധികം ചെയ്യാത്തത്. ഒരുപാട് താഴോട്ട് പോയി ജയറാം. അപ്പോൾ ഏറ്റവും അടുത്ത ഓസ്ലറോ അങ്ങനെ ഒരു സിനിമ വന്നു. അതിൽ മമ്മൂട്ടി ഉള്ളതുകൊണ്ടും ആ കഥയിൽ എന്തൊക്കെയോ ഒരു പ്രത്യേകത അതിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ പടം വിജയിച്ചത്. അതൊരു ജയറാം ചിത്രം മാത്രമായിട്ട് ആൾക്കാർ കാണുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ആ പടം എന്താ പറയുക, ഓടത്തില്ലായിരുന്നു. അതിലൊരുപാട് സംഭവങ്ങളുണ്ട്. അനശ്വരരാജൻ, അതുപോലെ അവരുടെ മമ്മൂട്ടിയുടെ ആ ചെറുപ്പകാലം കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിൽ പിടിച്ചിരുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ പടം അങ്ങനെ വിജയിച്ചത്. എന്നിട്ടും ആ ജയറാമിന് അതിൻ്റെ ഒരു ക്രെഡിറ്റും എടുക്കാനില്ല ആ സിനിമ വിജയിച്ചത്. ഒരുപാട് ചിത്രങ്ങൾ ജയറാമിൻ്റെ പേരിൽ ഇറക്കാൻ നിർമ്മാതാക്കൾക്ക് ധൈര്യവും ആ ചിത്രം വിജയിച്ചതോടെ കിട്ടിയിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഒരുപാട് ചിത്രങ്ങൾ വന്നേനെ. നല്ല കഥകൾ തിരഞ്ഞെടുക്കാൻ അപ്പനെ പോലെ തന്നെ മകനും കഴിവില്ല. അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് കാളിദാസ് ജയറാം ഇപ്പോൾ മലയാള സിനിമയിൽ ഒന്നും അല്ലാതെ പോയത്. അത്യാവശ്യം അദ്ദേഹം നല്ല കഥകളൊക്കെ തിരഞ്ഞെടുത്ത് സിനിമ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പേര് മലയാള സിനിമയിൽ ഉണ്ടാക്കാൻ പറ്റിയാണ്. ഒന്നും ആകാതെ കാളിദാസ് ജയറാമും മലയാള സിനിമയിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. നീ പുറത്ത് വരുമെന്ന് അറിഞ്ഞുകൂടാ. ജയറാമിനെ പോലെ തന്നെ പൊട്ട കഥകളാണ് അധികം തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടാണ് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ജയറാമിന് ഇനി തിരിച്ചു വരണമെങ്കിൽ, അല്ലെങ്കിൽ ജയറാമിൻ്റെ ആ ഒരു പഴയ ഇതൊക്കെ ആവണമെങ്കിൽ ജയറാം കഥകൾ എടുക്കുമ്പോൾ അത്രയും ശക്തമായ കഥകൾ എടുക്കണം. നല്ല സംവിധായകരെ തിരഞ്ഞെടുക്കണം. നല്ല സംവിധായകർ ഇദ്ദേഹത്തെ തേടി ചെല്ലുന്നുണ്ടോ നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ ഇദ്ദേഹത്തെയൊക്കെ വെച്ച് സിനിമ ചെയ്യണമെങ്കിൽ അത്രയും ധൈര്യം സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും ഉണ്ടാവണം. അതില്ലാതാക്കിയത് ജയറാമാണ്. ജയറാം ഒരുപാട് പൊട്ടച്ചിത്രങ്ങളിൽ അഭിനയിച്ച് ഒരുപാട് പടങ്ങൾ പൊട്ടിച്ചതുകൊണ്ട് ആ ഒരു എന്താ പറയുക ഒരു അവസ്ഥ. ഇപ്പം ഈ അടുത്ത കാലത്ത് ബാബു ആൻ്റണിയെ വെച്ച് ചില സിനിമകളൊക്കെ നായകനാക്കി വെച്ച് ചില സംവിധായകരൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അതിനൊക്കെ നിർമ്മാതാക്കളെ കിട്ടാൻ എന്തോ ബുദ്ധിമുട്ടായതുകൊണ്ട് ആ പടമൊക്കെ പാതി വഴിക്ക് നിന്ന അവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നത് ഇവരൊക്കെ സിനിമകൾ ചെയ്യാതിരുന്നുകൊണ്ടും ഇവരുടെയൊക്കെ ആ ഒരു വിലയും ആ ഒരു ഇതും കളഞ്ഞു കുളിച്ചുകൊണ്ടാണ്. കുറേ നാൾ കഴിയുമ്പോൾ പെട്ടെന്ന് വന്ന് ഇവരെയൊക്കെ നായകനാക്കി പടം എടുത്തു കഴിഞ്ഞാൽ വിജയിക്കുമോ? വിജയിക്കത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള സംഭവം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ജയറാം കുറേ പൊട്ടച്ചിത്രങ്ങളിൽ അഭിനയിച്ചപ്പോഴത്തേക്ക് എല്ലായിടവും എല്ലാ വശവും അടയുകയാണ് ചെയ്തത്. ജയറാമിനെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ജയറാമിനെ വെച്ച് സിനിമ ചെയ്യുന്നത് ഈ സിനിമയെക്കുറിച്ച് ഒന്നും അറിയത്തില്ലാത്ത പാവം നിർമ്മാതാക്കളാണ്. അവരാണ് വന്ന് തലവെച്ച് കൊടുക്കുന്നത്.